100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. പണ്ടൊരു വിധവയിൻ ചില്ലിക്കാശുകൾ കണ്ടൊരു പരമേശൻ, ഉള്ളം നിറഞ്ഞു നൽകും നിന്നുടെ ഉള്ളം കാണുന്നു. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. വരണ്ട കൈയായി പോകല്ലേ നാം കൈകൾ നീട്ടിയിടാം. ആർപ്പോടുള്ളൊരു കൊയ്ത്തിന്നാളുകൾ അകലെയതല്ലോ. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. എളിയവനൊരുവനു നൽകിയതൊക്കെയും എനിക്കു ചെയ്തെന്ന് അരുളിയ നാഥൻ നിന്നുടെ കയ്യിലെ ദാനം കാണുന്നു. എളിയവനൊരുവനു നൽകിയതൊക്കെയും എനിക്കു ചെയ്തെന്ന് അരുളിയ നാഥൻ നിന്നുടെ കയ്യിലെ ദാനം കാണുന്നു. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 8 അതിൻ്റെ 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മ കാര്യത്തിലും മുന്തി വരുവീൻ. യെരുശലേമിലെ ദരിദ്രർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യം പറയുന്നൊരു ഭാഗമാണിത്. എന്നിട്ട് പറഞ്ഞ അപ്പോസ്തലൻ വെക്കുകയാണ്, നിങ്ങൾ നല്ലതായിട്ട് കൊടുക്കുന്നു, അത് കൊടുക്കണം, പ്രാപ്തിക്ക് മീതെ കൊടുക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഇവരെ പ്രബോധിപ്പിച്ചതിന് ശേഷം പറയുകയാണ്. എന്നാൽ വിശ്വാസം, ഈ വിശ്വാസത്തിൽ ഒരു മുമ്പ് നിൽക്കുകയാണ് സഭ. അതുപോലെ വചനത്തിൻ്റെ കാര്യത്തിൽ, പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണ ജാഗ്രത, അപ്പോസ്തലന്മാരുടെ സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും ഇവർ മുൻപന്തിയിലാണ്, ഒന്നാമതാണ് നിൽക്കുന്നത്. അപ്പം അപ്പോസ്തലൻ പറയും, പക്ഷേ ഈ ധർമ്മകാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കർത്താവ് അതാ പറഞ്ഞ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? അമർത്തി കുലുക്കി കവിയുന്നൊരു അളവ് നിങ്ങളുടെ മടിയിൽ തന്നെ കിട്ടും. പിന്നെ എങ്ങനെ കൊടുക്കണം? ദുഃഖത്തോടെ കൊടുക്കരുത്, സങ്കടത്തോടെ അരുത്, സന്തോഷത്തോടെ കൊടുക്കണം. അവരെ ദൈവം സ്നേഹിക്കും. അപ്പം കൊടുക്കുമ്പം ഒരു സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് നാമത്തിൽ വേണം ചെയ്യാൻ. അപ്പം തന്നെ സന്തോഷത്തിൽ വേണം ചെയ്യാൻ. ഇവര് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം അതിൻ്റെ 5-6 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന പോലെ നിങ്ങൾ അവനിൽ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാണ്. ഇതിനകത്തെല്ലാം സമ്പന്നരാണ്. പക്ഷെ അപ്പം തന്നെ ഇവിടെ പറയുകയാണ്, മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടെ മുൻപന്തിയിൽ വരണമെന്നാണ് പറയുന്നത്. യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ 41 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്, യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. നമ്മളിത് കൊടുക്കുന്നത് കർത്താവ് നോക്കുന്നുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക. ധനവാന്മാർ പലരും വളരെ ഇട്ടു. എന്നിട്ട് പറയണേ, ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ ഇട്ടത്. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന്
തനിക്ക് ഉള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. അപ്പം കർത്താവ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ. അപ്പം തന്നെ ആ തുകയുടെ വലുപ്പത്തിലല്ല, കൊടുക്കുന്ന ഹൃദയത്തിൻ്റെ ആ അവസ്ഥയാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഇല്ലായ്മയിൽ തനിക്കുള്ളതൊക്കെ ഉപജീവനം മുഴുവനും. പക്ഷെ ചെറിയൊരു തുകയുള്ളൂ. പക്ഷെ അതിന് കർത്താവ് വളരെ സീരിയസ് ആയി, വളരെ ഇതോടുകൂടെ കർത്താവോടെ ആ സഹോദരിയെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ ന്യായവിധി ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയാൻ 35 പറയാണ്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അത് നീതിമാന്മാർ ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് ഭക്ഷിപ്പാൻ തന്നത്, എപ്പോഴാണ് കർത്താവിനെ അങ്ങനെ ദാഹിക്കുന്നതിനെ കണ്ടത്, ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിൽ പറയുമ്പോൾ കർത്താവ് പറയാം 40-ാം വാക്യത്തിൽ, രാജാവ് അവരോട്, ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്തു. സത്യമായിട്ട് ഞാൻ അത് പറയാം, നിങ്ങൾ ചെയ്തതെല്ലാം ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്തത് അത് കർത്താവിന് ചെയ്തു. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ദരിദ്രന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരമാണ്. അത് കഴിഞ്ഞ് പിന്നീട് കർത്താവ് പറഞ്ഞു, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു കുടിപ്പാൻ തന്നില്ല, അതിഥിയായി നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നരുളി ചെയ്യും. അപ്പോൾ അവർ ചോദിക്കുക, അതിന് കർത്താവെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കർത്താവിനെ ഞങ്ങൾ കണ്ടു ശുശ്രൂഷ ചെയ്യാതിരുന്നെന്ന് അവർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇതാണ്, അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് ഉത്തരം അരുളും. അപ്പം നമ്മൾ ദരിദ്രരെ സഹായിക്കണം. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളുടെ സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിൽ, ദരിദ്രർക്ക് വേണ്ടിയുള്ള ധർമ്മകാര്യത്തിൽ. അപ്പോൾ അത് ചെയ്യുമ്പം കർത്താവ് എന്താ പറയുന്ന വാസ്തവമായിട്ട്, ഈ ചെറിയവൻ ഒരുത്തനൊക്കെയും നിങ്ങൾ ചെയ്തല്ല എനിക്കാണ് ചെയ്തത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിലും വചനത്തിലും പരിജ്ഞാനത്തിലും പൂർണ്ണ ജാഗ്രതയോടും ദൈവദാസന്മാരുടെ സ്നേഹത്തിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ ധർമ്മകാര്യത്തിലും ദരിദ്രർക്ക് വേണ്ടിയുള്ള കാര്യത്തിലും ദരിദ്രരെ സഹായിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ മുന്തി വരുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഈ ചെറിയൊരൊരുത്തനൊക്കെയും ചെയ്ത് നിങ്ങൾ എനിക്ക് ചെയ്യുന്നുള്ള കർത്താവിൻ്റെ വചനം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. 100 മടങ്ങായി തരുമവനെന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. പണ്ടൊരു വിധവയിൻ ചില്ലിക്കാശുകൾ കണ്ടൊരു പരമേശൻ, ഉള്ളം നിറഞ്ഞു നൽകും നിന്നുടെ ഉള്ളം കാണുന്നു. പണ്ടൊരു വിധവയിൻ ചില്ലിക്കാശുകൾ കണ്ടൊരു പരമേശൻ, ഉള്ളം നിറഞ്ഞു നൽകും നിന്നുടെ ഉള്ളം കാണുന്നു. 100 മടങ്ങായി തരുമവൻ എന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. വരണ്ട കൈയായി പോകല്ലേ നാം കൈകൾ നീട്ടിയിടാം.
ആർപ്പോടുള്ളൊരു കൊയ്ത്തിന്നാളുകൾ അകലെയതല്ലല്ലോ. 100 മടങ്ങായി തരുമവൻ എന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. എളിയവൻ ഒരുവനു നൽകിയതൊക്കെയും എനിക്കു ചെയ്തെന്ന് അരുളിയ നാഥൻ നിന്നുടെ കയ്യിലെ ദാനം കാണുന്നു. എളിയവൻ ഒരുവനു നൽകിയതൊക്കെയും എനിക്കു ചെയ്തെന്ന് അരുളിയ നാഥൻ നിന്നുടെ കയ്യിലെ ദാനം കാണുന്നു. 100 മടങ്ങായി തരുമവൻ എന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം.